പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പുതിയ ഒരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. We are discussing the 7th chapter of plus 2 business studies, chapter 7 directing, and we are discussing only the focus area, and we are in the 4th session of the 7th chapter directing. നമ്മൾ plus 2 business studiesലെ ഏഴാമത്തെ പാഠം ഡയറക്റ്റിംഗ്, ആ പാഠത്തിലെ ഫോക്കസ് ഏരിയ ബേസ് ചെയ്തുകൊണ്ടുള്ള നാലാമത്തെ ക്ലാസ്സിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. എന്താ നമ്മൾ മൂന്നാമത്തെ ക്ലാസ്സിൽ പഠിച്ചത്? In our previous class, we discussed about Abraham Maslow's need hierarchy theory, and today we will discuss leadership, the third element of directing leadership. Before starting the class, if you are new to this channel, please subscribe the channel and also enable the bell button so that you will receive notification regarding new updates. Today we will discuss the third element of directing leadership. ഞാൻ നിങ്ങളോട് പറഞ്ഞ കാര്യമാണ്, ഡയറക്റ്റിങ്ങിന് 4 എലമെൻറ്റുകളാണുള്ളത്. ഡയറക്റ്റിംഗ് ഹാസ് 4 എലമെൻറ്റ്സ്. ദ ഫസ്റ്റ് വൺ ഈസ് സൂപ്പർവിഷൻ, ദ സെക്കൻഡ് വൺ ഈസ് വാട്ട് ഈസ് ദ സെക്കൻഡ് വൺ? കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച മോട്ടിവേഷൻ. ആൻഡ് ദ തേർഡ് എലമെൻറ്റ് ഓഫ് ഡയറക്റ്റിംഗ് ഈസ് ലീഡർഷിപ്പ്. ലീഡർഷിപ്പ്, നിങ്ങളുടെ ക്ലാസ്സിലൊക്കെ ഒരു ലീഡർ ഉണ്ട്. കഴിഞ്ഞ വർഷമൊക്കെ നിങ്ങൾക്ക് ക്ലാസ് ലീഡർ ഉണ്ടായിരുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങളുടെ ക്ലാസ്സിലുണ്ടായിരുന്ന ലീഡർ ഒരു ഇഫക്റ്റീവ് ലീഡർ ആയിരുന്നോ? ചില കുട്ടികളുടെ മനസ്സിലും ഉത്തരം വന്നിട്ടുണ്ടാകും എസ് എൻ അല്ലെങ്കിൽ നോ എന്ന്. ഒരു ഇഫക്റ്റീവ് ലീഡർ ആണെങ്കിൽ എന്താണ്, ആ വിദ്യാർത്ഥി അല്ലെങ്കിൽ ആ ലീഡർ, ആ സ്റ്റുഡൻറ്റ് എന്ത് ചെയ്യണം? ആ സബോർഡിനേറ്റ്സിനെ അല്ലെങ്കിൽ ആ ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സിനെ ലീഡ് ചെയ്യണം, നയിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം. നിങ്ങളുടെ NSSൻ്റെ ഒരു ലീഡർ ഉണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കി, എന്തൊക്കെയാണ് ലീഡർ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള കാര്യങ്ങളിലെ ഒരുപാട് ആശയവിനിമയം, ടീച്ചേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അതുപോലെ ടീച്ചർ പറയുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുക, ടീച്ചേഴ്സ് തരുന്ന ഡ്യൂട്ടി നിങ്ങളിലേക്ക് കൃത്യമായിട്ട് പാസ് ചെയ്ത് തരിക, അതൊക്കെ ഒരു ലീഡറുടെ ഡ്യൂട്ടിയാണ്. അതുപോലെ നമ്മുടെ പൊളിറ്റിക്കൽ ലീഡേഴ്സൊക്കെ, നമ്മുടെ രാജ്യത്തുള്ള അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തുള്ള മന്ത്രിമാർ, രാഷ്ട്രീയ പാർട്ടിയുടെ പൊളിറ്റിക്കൽ ലീഡേഴ്സ്, ഒരുപാട് ലീഡർമാർ നമ്മുടെ നാട്ടിലൊക്കെയുള്ള മന്ത്രിമാരും MLA മാരൊക്കെ ആരാണ്? ലീഡർമാരാണ്. അപ്പോൾ ലീഡർഷിപ്പ് ഇൻ എ ബിസിനസ് യൂണിറ്റ് ഓൾസോ leadership is needed. In a business unit also leadership is needed. It is one of the element of directing function. Leadership എന്ന് പറയുന്നത് directing functionന്റെ ഒരു element ആണ്. In a business organization, leadership may be defined as the process of influencing the behavior of employees at work towards the accomplishment of organizational objectives. In a business organization, leadership may be defined as the process of influencing the behavior of employees at work. എന്താണ് ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ ലീഡർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എ പ്രോസസ് ഓഫ് ഇൻഫ്ലുവൻസിങ് ദ ബിഹേവിയർ ഓഫ് എംപ്ലോയീസ് അറ്റ് വർക്ക്. കമ്പനിയിൽ ജോലി ചെയ്യുന്ന ജോലിക്കാരുടെ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പ്രോസസ്സാണ് ലീഡർഷിപ്പ്. ഇറ്റ് ഈസ് സംവാട്ട് ലൈക്ക് മോട്ടിവേഷൻ പോലെ തന്നെയാണ് ഇതും. Behavior of employees at work towards the accomplishment of organizational objectives. എന്തിനു വേണ്ടിയിട്ട്? കമ്പനിയുടെ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട്, കമ്പനിയുടെ ഒബ്ജക്റ്റീവ്സ് അക്കംപ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്, ആ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ജോലിക്കാരുടെ പെരുമാറ്റത്തെ, ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ലീഡർഷിപ്പ് എന്ന്. Leadership may be defined as the process of influencing the behavior of employees at work towards the accomplishment of organizational objectives. അപ്പോൾ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്ന കുറേ ജോലിക്കാരുണ്ട്. അവരുടെ പ്രവർത്തനം വഴി കമ്പനിക്ക് കമ്പനിയുടെ ഒബ്ജക്റ്റീവ് നേടിയെടുക്കണം. അങ്ങനെ കമ്പനിയിലെ ജോലിക്കാരുടെ പ്രവർത്തനങ്ങൾ വഴി കമ്പനിയുടെ ലക്ഷ്യം നേടിയെടുക്കണമെങ്കിൽ നിർബന്ധമായിട്ടും മാനേജർമാർ അവരുടെ ബിഹേവിയറിൽ ചില ഇൻഫ്ലുവൻസുകൾ വരുത്തണം. അങ്ങനെ ഒരു കമ്പനിയിലെ ദ മാനേജേഴ്സ് ഇൻ എൻ ഓർഗനൈസേഷൻ വിൽ ട്രൈ ടു ഇൻഫ്ലുവൻസ് ദ ബിഹേവിയർ ഓഫ് ദ സബോർഡിനേറ്റ്സ്, ആൻഡ് ദിസ് പ്രോസസ് ഈസ് നോൺ ആസ് ലീഡർഷിപ്പ്. ഒരു മാനേജർ എന്തായിരിക്കണം? എ മാനേജർ മസ്റ്റ് ബി എ ലീഡർ. ഒരു മാനേജർ ആ ഗ്രൂപ്പിൻ്റെ ലീഡറായിട്ട് നിന്നുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ അവർ ആവശ്യപ്പെടുന്നോ അതൊക്കെ നിറവേറ്റി കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യണം? ഒരു ലീഡറായിട്ട് പ്രവർത്തിക്കണം. ഈ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ലീഡർഷിപ്പ് എന്ന്. ഒരു ഡെഫിനിഷൻ നോക്കുക. അക്കോർഡിംഗ് ടു കൂൺസ് ആൻഡ് ഓഡോണൽ,
മാനേജ്മെൻറ്റ് എക്സ്പെർട്ടായ കുംസ് ആൻഡ് ഓഡോണൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നു. ലീഡർഷിപ്പ് ഈസ് ദ എബിലിറ്റി ഓഫ് എ മാനേജർ ടു ഇൻഡ്യൂസ് സബോർഡിനേറ്റ്സ് ടു വർക്ക് വിത്ത് കോൺഫിഡൻസ് ആൻഡ് സീൽ. According to Kuhns and O'Donnell, leadership is the ability of a manager. Leadership refers to, it is the personal ability of a manager. Leadership എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാനേജറുടെ കഴിവാണ്. എന്ത് കഴിവ്? ടു ഇൻഡ്യൂസ് മീൻസ് ടു ഇൻഫ്ലുവൻസ്, സ്വാധീനിക്കുക. സബോർഡിനേറ്റ്സ്, കീഴ് ജീവനക്കാരെ. ടു വർക്ക് വിത്ത് കോൺഫിഡൻസ് ആൻഡ് സീൽ. കോൺഫിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മവിശ്വാസം, സീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവേശം, ഉന്മേഷം എന്നൊക്കെ പറയും. അപ്പോൾ ആത്മവിശ്വാസത്തോടു കൂടിയും ആവേശത്തോടു കൂടിയും ജോലിക്കാരെ ശരിയായ രീതിയിൽ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ലീഡർഷിപ്പ് എന്ന്. ലീഡർഷിപ്പ് ഈസ് ദ എബിലിറ്റി ഓഫ് എ പേഴ്സൺ, എബിലിറ്റി ഓഫ് എ മാനേജർ ടു ഇൻഡ്യൂസ്, to influence subordinates to work, to perform their job with confidence and zeal. ആത്മവിശ്വാസത്തോടു കൂടിയും ഉന്മേഷത്തോടു കൂടിയും ജോലി ചെയ്യാൻ ജോലിക്കാരുടെ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ലീഡർഷിപ്പ് എന്ന്. ഇതിൻ്റെ ഫീച്ചേഴ്സാണ്, 5 ഫീച്ചേഴ്സ് മാത്രം പഠിക്കുക. ലീഡർഷിപ്പ് ഇൻഡിക്കേറ്റ് ദ എബിലിറ്റി ഓഫ് എൻ ഇൻഡിവിജ്വൽ ടു ഇൻഫ്ലുവൻസ് അതേഴ്സ്. ലീഡർഷിപ്പ് ഇൻഡിക്കേറ്റ് ദ എബിലിറ്റി ഓഫ് എൻ ഇൻഡിവിജ്വൽ ടു ഇൻഫ്ലുവൻസ് അതേഴ്സ്. ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ കഴിവാണ്. ലീഡർഷിപ്പ് റെഫേഴ്സ് ടു ദ എബിലിറ്റി ഓഫ് എ മാനേജർ ടു ഇൻഫ്ലുവൻസ് അതേഴ്സ്. മറ്റുള്ളവരുടെ പെരുമാറ്റത്തെ സ്വാധീനിക്കാനുള്ള, മറ്റുള്ളവരുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ്സിലാണെങ്കിൽ സബോർഡിനേറ്റ്സിൻ്റെ ബിഹേവിയറിനെ അല്ലെങ്കിൽ സബോർഡിനേറ്റ്സിനെ, കീഴ് ജീവനക്കാരുടെ മറ്റുള്ളവരുടെ പെരുമാറ്റത്തെ സ്വാധീനിക്കാനുള്ള കഴിവാണ് ലീഡർഷിപ്പ്. ലീഡർഷിപ്പ് ഇൻഡിക്കേറ്റ് ദ എബിലിറ്റി ഓഫ് എൻ ഇൻഡിവിജ്വൽ ടു ഇൻഫ്ലുവൻസ് അതേഴ്സ്. സെക്കൻഡ് വൺ, ലീഡർഷിപ്പ് ട്രൈസ് ടു ബ്രിങ് എ ചേഞ്ച് ഇൻ ദ ബിഹേവിയർ ഓഫ് അതേഴ്സ്. ലീഡർഷിപ്പ് ട്രൈ ടു ബ്രിങ് എ ചേഞ്ച് ഇൻ ദ ബിഹേവിയർ ഓഫ് അതേഴ്സ്. ലീഡർഷിപ്പ് എന്തിനു വേണ്ടിയിട്ട് ശ്രമിക്കുന്നു? മറ്റുള്ളവരുടെ പെരുമാറ്റത്തിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നു. ലീഡേഴ്സ് ട്രൈ ടു ബ്രിങ് ചേഞ്ച് ഇൻ ദ ബിഹേവിയർ ഓഫ് അതേഴ്സ്. നെക്സ്റ്റ്, നമ്പർ 3, ലീഡർഷിപ്പ് ഇൻഡിക്കേറ്റ് interpersonal relation between leaders and followers. Leadership indicate interpersonal relation between leader and followers. ലീഡർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇന്റർപേഴ്സണൽ, വ്യക്തികൾ തമ്മിലുള്ള റിലേഷനാണ്. ലീഡർഷിപ്പ് മീൻസ് റിലേഷൻ വിത്ത് അതേഴ്സ്. ലീഡർഷിപ്പ് ഇൻഡിക്കേറ്റ് ഇന്റർപേഴ്സണൽ റിലേഷൻ ബിറ്റ്വീൻ ലീഡേഴ്സ് ആൻഡ് ഫോളോവേഴ്സ്. ഒരു ലീഡറും ആ ലീഡറുടെ അണ്ടറിലുള്ള ഫോളോവേഴ്സും തമ്മിലുള്ള ഇന്റർപേഴ്സണൽ റിലേഷനാണ്, അവർ പരസ്പരമുള്ള ബന്ധമാണ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. നമ്പർ 4, aims to achieve common goals of the organization. ലീഡർഷിപ്പിൻ്റെ എയിം എന്ന് പറയുന്നത് കമ്പനിയുടെ ലക്ഷ്യം, കോമൺ ഗോൾ നേടുക എന്നതാണ്. ലീഡർഷിപ്പ് എയിംസ് ടു അച്ചീവ് കോമൺ ഗോൾസ് ഓഫ് ദ ഓർഗനൈസേഷൻ. നമ്പർ 5, ലീഡർഷിപ്പ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്. ലീഡർഷിപ്പ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്. അപ്പോൾ 5 ഫീച്ചേഴ്സ് ഒന്ന് ബൈ ഹാർട്ട് ചെയ്യുക. എന്തൊക്കെയാണ്? ലീഡർഷിപ്പ് ഇൻഡിക്കേറ്റ് ദ എബിലിറ്റി ഓഫ് എൻ ഇൻഡിവിജ്വൽ. ലീഡർഷിപ്പ് ട്രൈ ടു ബ്രിങ് എ ചേഞ്ച് ഇൻ ദ ബിഹേവിയർ ഓഫ് അതേഴ്സ്. ലീഡർഷിപ്പ് മീൻസ് interpersonal relation between leader and follower. Number 4, leadership try to achieve the goals of the company. Number 5, leadership is a continuous process. Next, importance of leadership ആണ്. ലീഡർഷിപ്പിൻ്റെ പ്രാധാന്യം ഇവിടെ പഠിക്കേണ്ടത് ഇതാണ് മക്കളെ. ഒരു കമ്പനിയിലെ മാനേജർ നല്ല ഒരു ഇഫക്റ്റീവ് ലീഡറാണ്. സപ്പോസ് ദ മാനേജർ ഓഫ് എൻ ഓർഗനൈസേഷൻ ഈസ് എൻ ഇഫക്റ്റീവ് ലീഡർ. As a result of his leadership quality, the organization will enjoy some benefits. The benefits enjoyed by an organization as a result of good leaders or good leadership skill of a manager is termed as importance of leadership. ഒരു കമ്പനിയിലെ മാനേജർമാർ ഇഫക്റ്റീവായിട്ടുള്ള നല്ല ലീഡറാണെങ്കിൽ ആ ലീഡർഷിപ്പ് ക്വാളിറ്റിയെ കൊണ്ട്, അവരുടെ ലീഡർഷിപ്പ് സ്കില്ലിനെ കൊണ്ട് കമ്പനിക്ക് ഒരുപാട് ബെനിഫിറ്റുകൾ കിട്ടും. അങ്ങനെ നല്ല ലീഡർമാരെ കൊണ്ട് കമ്പനിക്ക് കിട്ടുന്ന ബെനിഫിറ്റുകളാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് ആയിട്ട് അറിയപ്പെടുന്നത്. ദ ഫസ്റ്റ് വൺ ഈസ് ഇൻഫ്ലുവൻസസ് ദ ബിഹേവിയർ ഓഫ് പീപ്പിൾ. ഇറ്റ് ഹെൽപ്സ് ടു ഇൻഫ്ലുവൻസ് ദ ബിഹേവിയർ ഓഫ്
പീപ്പിൾ. ലീഡർഷിപ്പിൻ്റെ സഹായത്തോട് കൂടിയിട്ട് കമ്പനിക്ക് അതിലെ ജോലിക്കാരുടെ പെരുമാറ്റത്തെ ഇൻഫ്ലുവൻസ് ചെയ്യാം. Leadership helps to influence the behavior of people. Good leaders always produce good result through their followers. നല്ല ലീഡർമാർ എപ്പോഴും എന്തായിരിക്കും? നല്ല റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു. എങ്ങനെ? അതിലത്തെ ആ ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സിൻ്റെ സഹായത്തോട് കൂടിയിട്ട്. വിത്ത് ദ കോഓപ്പറേറ്റീവ് ഇഫേർട്സ് ഓഫ് ഓർ വിത്ത് ദ ഇഫേർട്സ് ഓഫ് ത്രൂ ദ ഇഫേർട്സ് ഓഫ് ഫോളോവേഴ്സ്, an organization, good leaders, good leadership will influence the behavior of people. ആൾക്കാരുടെ പെരുമാറ്റത്തെ സ്വാധീനിക്കാൻ പറ്റും എന്നതാണ് ഒന്നാമത്തെ പ്രാധാന്യം. ഹ്യൂമൻ ബിഹേവിയർ ആണ് ഏറ്റവും കോംപ്ലിക്കേറ്റഡ്. ഹ്യൂമൻ ബിഹേവിയർ ഇസ് അൺപ്രഡിക്റ്റബിൾ. ഒരിക്കലും പ്രവചിക്കാൻ പറ്റാത്ത സാധനമാണ് ഹ്യൂമൻ ബിഹേവിയർ. അപ്പോൾ ഇഫക്റ്റീവ് ലീഡേഴ്സ് എന്ത് ചെയ്യുന്നു? വളരെ ഇഫക്റ്റീവായിട്ട് ആൾക്കാരുടെ പെരുമാറ്റത്തെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. സെക്കൻഡ് വൺ, it helps to maintain personal relations. It helps to maintain personal relations. A leader maintains personal relation and helps followers in fulfilling their needs. A leader maintains personal relations and helps followers in fulfilling their needs. ഒരു ലീഡർ എന്ത് ചെയ്യുന്നു? He always try to maintain personal relation. A leader will try to maintain personal relation. ഒരു ലീഡർ അതിൽ ഫോളോവേഴ്സുമായിട്ട് വ്യക്തിപരമായിട്ടുള്ള ബന്ധം, റിലേഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. ആൻഡ് ഹെൽപ്സ് ഫോളോവേഴ്സ് ഇൻ ഫുൾഫില്ലിംഗ് ദർ നീഡ്സ്. കൂടാതെ അതിലുള്ള ആ ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സിനെ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ കൂടെ സഹായിക്കും. എ ഗുഡ് ലീഡർഷിപ്പ് മെയിൻറ്റെയിൻസ് പേഴ്സണൽ റിലേഷൻസ്. നമ്പർ 3, introduces changes in the organization. Introduces changes in the organization. Leaders play a key role in introducing required changes in the organization. Leaders play a key role in introducing required changes in the organization. നല്ല ലീഡേഴ്സ് ഉണ്ടെങ്കിൽ കമ്പനികളിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കും. Good leaders will always try to bring changes in the organization. Leaders play a key role in introducing required changes in the company. ഒരു കമ്പനിക്കകത്ത് ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത് ലീഡേഴ്സാണ്, അല്ലെങ്കിൽ ലീഡർഷിപ്പാണ്. അതുകൊണ്ട് തന്നെ മൂന്നാമത്തെ പ്രാധാന്യം എന്ന് പറയുന്നത് ഇൻട്രഡ്യൂസസ് ചേഞ്ചസ് ഇൻ ദ ഓർഗനൈസേഷൻ. നെക്സ്റ്റ്, എ ഗുഡ് ലീഡർ ഹാൻഡിൽ കോൺഫ്ലിക്റ്റ്. നല്ല ലീഡർ ആണെങ്കിൽ കോൺഫ്ലിക്റ്റുകൾ ഹാൻഡിൽ ചെയ്യുന്നു. ഒരു കമ്പനിക്കകത്തുള്ള ചില അടിപിടിയൊക്കെ ഉണ്ടാവും. കമ്പനികളിൽ എംപ്ലോയീസൊക്കെ തമ്മിൽ ചില ഇഷ്യൂസൊക്കെ വരാം. എംപ്ലോയീസിൻ്റെ ഇടയിലുണ്ടാകുന്ന ചില കോൺഫ്ലിക്റ്റുകൾ, ചില അടിപിടികളൊക്കെ, ചില ഇഷ്യൂസൊക്കെ വളരെ ഇഫക്റ്റീവായിട്ട് ആരെ ഹാൻഡിൽ ചെയ്യുന്നു? ഒരു ലീഡർ ഹാൻഡിൽ ചെയ്യും. അപ്പോൾ ലീഡർഷിപ്പിനെ കൊണ്ട് കിട്ടുന്ന നാലാമത്തെ ബെനിഫിറ്റ് എന്താണ്? ഇമ്പോർട്ടൻസ് എന്താണ്? ഹാൻഡിൽ കോൺഫ്ലിക്റ്റ്. എ ലീഡർ ഹാൻഡിൽ കോൺഫ്ലിക്ട്സ് ഇഫക്റ്റീവ്ലി. നെക്സ്റ്റ് വൺ, അഞ്ചാമത്തത്, പ്രൊവൈഡ് ട്രെയിനിങ് ടു എംപ്ലോയീസ്. പ്രൊവൈഡ് ട്രെയിനിങ് ടു എംപ്ലോയീസ്. ലീഡേഴ്സ് പ്രൊവൈഡ്സ് ട്രെയിനിങ് ടു ദർ സബോർഡിനേറ്റ്സ്. നമ്മൾ പറഞ്ഞ കാര്യമാണ് ഈ ഓൺ ദ ജോബ് ട്രെയിനിങ് ഒക്കെ. കമ്പനിക്ക് അകത്ത് തന്നെയുള്ള ട്രെയിനിങ് ആണ് ഓൺ ദ ജോബ് ട്രെയിനിങ്. അപ്പോൾ ഓൺ ദ ജോബ് ട്രെയിനിങ് ഒക്കെ കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ സൂപ്പർവൈസറൊക്കെ നിർബന്ധമായിട്ടും ഒരു ലീഡറായിട്ട് പ്രവർത്തിക്കണം. അങ്ങനെ കമ്പനിയുള്ള മാനേജേഴ്സ് തന്നെയാണ് ലീഡർ, അല്ലാതെ സെപ്പറേറ്റ് ലീഡർ എന്ന് പറഞ്ഞൊരു പൊസിഷനൊന്നും കമ്പനിയിലില്ല. മാനേജേഴ്സ് എന്താണ്? ലീഡേഴ്സായിട്ട് പ്രവർത്തിക്കുകയും അവർ അതിലുള്ള എംപ്ലോയീസിന് ട്രെയിനിങ് കൊടുക്കുകയും ചെയ്യും. പ്രൊവൈഡ് ട്രെയിനിങ് ടു എംപ്ലോയീസ്. ലീഡേഴ്സ് പ്രൊവൈഡ് ട്രെയിനിങ് ടു ദ സബോർഡിനേറ്റ്സ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇമ്പോർട്ടൻസ് ഓഫ് ലീഡർഷിപ്പ്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഇതാണ്. വളരെ എളുപ്പമുള്ളൊരു കാര്യമാണ് ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ലീഡർ. ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ലീഡർ ഒരുപാട് പരീക്ഷയ്ക്കൊക്കെ ചോദിച്ച കാര്യമാണ്. വളരെ എളുപ്പമാണ്, ഈസി ടു ലേൺ ആൻഡ് ഇറ്റ്സ് എൻ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്നതും കൂടാതെ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ലീഡർ. ഒരു നല്ല ലീഡർക്ക് ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങളാണ് ക്വാളിറ്റീസ് നീഡഡ് ഫോർ എ ഗുഡ് ലീഡർ. നിങ്ങളുടെ ക്ലാസ്സിലെ ലീഡർ ഇല്ലേ? നിങ്ങളുടെ ക്ലാസ് ലീഡർ നല്ല ലീഡർ ആവണമെങ്കിൽ ആ ലീഡർക്ക്, ആ വ്യക്തിക്ക് ചില ക്വാളിറ്റീസ് ഉണ്ടായിരിക്കണം. അതാണ് നമ്മൾ പഠിക്കുന്നത്, ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ലീഡർ. ആദ്യം തന്നെ 9 പോയിന്റ് ഒന്ന് ബൈ ഹാർട്ട് ചെയ്തോ. ഫിസിക്കൽ ഫീച്ചേഴ്സ്, നോളജ്, ഇൻറ്റഗ്രിറ്റി, ഇനീഷ്യേറ്റീവ്, കമ്മ്യൂണിക്കേഷൻ സ്കിൽ, മോട്ടിവേഷൻ സ്കിൽ, സെൽഫ് കോൺഫിഡൻസ്, സോഷ്യൽ സ്കിൽ, എംപതി. 8 പോയിന്റ് നിർബന്ധമായിട്ടും ബൈ ഹാർട്ട് ചെയ്യുക. കാരണം ഒരു എസ്സേ ചോദിച്ചു കഴിഞ്ഞാൽ 8 പോയിന്റ് ആവശ്യമാണ് 8 മാർക്ക് കിട്ടണമെങ്കിൽ.
8 പോയിന്റ്സ് വിത്ത് എക്സ്പ്ലനേഷൻ ആണ് എസ്സേക്ക് ആവശ്യമുള്ളത്. പോയിന്റ്സ് ഓൺലി ആണെങ്കിൽ അരമാർക്ക് മാത്രമേ കിട്ടുകയുള്ളൂ. അത് മനസ്സിലാക്കുക. ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ലീഡർ, ജസ്റ്റ് ബൈ ഹാർട്ട് ദ പോയിന്റ്സ്: ഫിസിക്കൽ ഫീച്ചേഴ്സ്, നോളജ്, ഇന്റഗ്രിറ്റി, ഇനീഷ്യേറ്റീവ്, കമ്മ്യൂണിക്കേഷൻ സ്കിൽ, മോട്ടിവേഷൻ സ്കിൽ, സെൽഫ് കോൺഫിഡൻസ്, സോഷ്യൽ സ്കിൽ, എംപതി. ദ ഫസ്റ്റ് വൺ ഈസ് ഫിസിക്കൽ ഫീച്ചേഴ്സ്. ഒരു നല്ല ലീഡർക്ക് ഉണ്ടായിരിക്കേണ്ട ആദ്യത്തെ ക്വാളിറ്റി ഇതാണ്, ഫിസിക്കൽ ഫീച്ചേഴ്സ്. ശാരീരികം, ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം. ഫിസിക്കൽ ഫീച്ചേഴ്സ് ലൈക്ക് ഈ ചിത്രത്തിൽ കാണുന്ന പോലെ കല്ലെടുത്തിട്ട് അങ്ങോട്ട് ഇടണം എന്നുള്ള കാര്യമൊന്നുമല്ല, അത് വെറുതെ ഒരു പിക്ചർ കൊടുത്തേ ഉള്ളൂ. ഫിസിക്കൽ ഫിറ്റ്നസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഫിസിക്കൽ ഫീച്ചേഴ്സ് ലൈക്ക് ഹൈറ്റ്, വെയിറ്റ്, ഹെൽത്ത്, അപ്പിയറൻസ് എക്സെട്ര. നല്ല ഹൈറ്റും വെയിറ്റൊക്കെ ഉള്ള ആളൊക്കെ ആണെങ്കിൽ തന്നെ അതൊരു ഇഫക്റ്റീവായിട്ട് ലീഡറായിട്ട് മാറാം. നിർബന്ധമൊന്നുമല്ല, ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഗുഡ് ഹെൽത്ത് ഹെൽപ്സ് എ ലീഡർ ടു വർക്ക് ഹാർഡ് വിച്ച് ഇൻസ്പയർ അതേഴ്സ് ടു വർക്ക് വിത്ത് സെയിം സ്പിരിറ്റ്. നല്ല ആരോഗ്യമുള്ള ഒരാളാണെങ്കിൽ എന്താണ്, വളരെ എനർജറ്റിക് ആയിട്ട് ജോലി ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെ ലീഡർ തന്നെ വളരെ ഇഫക്റ്റീവായിട്ട് ജോലി ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി സബോർഡിനേറ്റ്സും വളരെ ഇഫക്റ്റീവായിട്ട് ജോലി ചെയ്യും. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം, ഫിസിക്കൽ ഫീച്ചേഴ്സ്. രണ്ടാമത്തത് നോളജ്. അതിന് ഫിസിക്കൽ ഫിറ്റ്നസ് മാത്രം പോരാ, ബ്രെയിനിന് കൂടെ ഫിറ്റ്നസ് ഉണ്ടായിരിക്കണം, അറിവുണ്ടായിരിക്കണം, നോളജ് ഉണ്ടായിരിക്കണം. എ ഗുഡ് ലീഡർ ഷുഡ് ഹാവ് റിക്വയർഡ് നോളജ് ആൻഡ് കോമ്പിറ്റൻസ്. ഒരു നല്ല ലീഡർക്ക് നിർബന്ധമായിട്ടും ആവശ്യമുള്ള അറിവുണ്ടായിരിക്കണം, കൂടാതെ കോമ്പിറ്റൻസ്, സ്കിൽ ഉണ്ടായിരിക്കണം. Only such person can instruct subordinates correctly and influence them. അങ്ങനെ അറിവ്, നോളജുള്ള ആൾക്കാർക്ക് മാത്രമേ സബോർഡിനേറ്റ്സിനെ കൃത്യമായിട്ട് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാൻ വേണ്ടി പറ്റുകയുള്ളൂ. അപ്പം വളരെ കൃത്യമായിട്ടുള്ള, വളരെ യഥാർത്ഥത്തിലുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുക്കണമെങ്കിൽ ലീഡർക്ക് നോളജ് ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് വൺ, ഇന്റഗ്രിറ്റി, വിശ്വാസ്യത എന്നൊക്കെ പറയും. എ ലീഡർ ഷുഡ് പോസസ് ഹൈ ലെവൽ ഓഫ് ഇന്റഗ്രിറ്റി ആൻഡ് ഹോണസ്റ്റി. ഒരു ലീഡർക്ക് നിർബന്ധമായിട്ടും ഹൈ ലെവൽ ഓഫ് ഇന്റഗ്രിറ്റി ആൻഡ് ഹോണസ്റ്റി ഉണ്ടായിരിക്കണം. എന്താണ് വിശ്വാസ്യതയും സത്യസന്ധതയൊക്കെ ഒരു ലീഡർക്ക് ഉണ്ടായിരിക്കണം. ഹി ഷുഡ് ബി എ റോൾ മോഡൽ ടു അതേഴ്സ് റിഗാർഡിംഗ് ദ എത്തിക്സ് ആൻഡ് വാല്യൂസ്. ഒരു ലീഡർ മറ്റുള്ളവർക്ക് എപ്പോഴും ഒരു റോൾ മോഡലായിട്ട് പ്രവർത്തിക്കണം. മറ്റുള്ളവർക്ക് ഈ എത്തിക്സിൻ്റെയും നീതിയുടെയും മൂല്യങ്ങളുടെയൊക്കെ കാര്യത്തിൽ ഒരു ലീഡർ എന്തായിരിക്കണം, പെർഫെക്റ്റ് ആയിരിക്കണം. ലീഡർ സത്യസന്ധനായിരിക്കണം. അതാണ് മൂന്നാമത്തെ പോയിന്റ്, ഇന്റഗ്രിറ്റി. നെക്സ്റ്റ് വൺ ഇനീഷ്യേറ്റീവ് സ്കില്ലാണ്. ഇനീഷ്യേറ്റീവ് എന്ന ഒരു ടേം നിങ്ങൾ നമ്മുടെ ഹെൻറി ഫയോളിൻ്റെ പ്രിൻസിപ്പിളിൽ പഠിച്ച കാര്യമാണ്. എന്താണ് ഇനീഷ്യേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സ്വന്തമായിട്ട് ആലോചിച്ച് കാര്യങ്ങൾ സ്വന്തം താല്പര്യപ്രകാരം അല്ലെങ്കിൽ സ്വന്തം ഇനീഷ്യേറ്റീവ്, സ്വന്തം സ്കില്ലൊക്കെ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യണം, ചില ഡിസിഷൻസ് ഒക്കെ എടുക്കണം. എ ലീഡർ ഷുഡ് ഹാവ് കറേജ് ആൻഡ് ഇനീഷ്യേറ്റീവ്. ഒരു ലീഡർക്ക് ധൈര്യം ഉണ്ടായിരിക്കണം, ഇനീഷ്യേറ്റീവ് ഉണ്ടായിരിക്കണം. സോ ദാറ്റ് ഹി ക്യാൻ ഗ്രാബ് ദ ഓപ്പർച്യൂണിറ്റീസ് ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ദ ഓർഗനൈസേഷൻ. അങ്ങനെയാണെങ്കിൽ ഒരു ലീഡർക്ക് അവസരങ്ങൾ ഗ്രാബ് ചെയ്തുകൊണ്ട്, അവസരങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് കമ്പനിയുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ് വൺ, കമ്മ്യൂണിക്കേഷൻ സ്കിൽ. ആശയവിനിമയത്തിനുള്ള കഴിവുണ്ടായിരിക്കണം. മറ്റുള്ള ആൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റണം. അല്ലാതെ ഒരു ഗ്രൂപ്പ് വരുന്ന സമയത്ത് മിണ്ടാൻ പറ്റാതെ പേടിച്ച് ഒരു സൈഡിലേക്ക് ഒതുങ്ങുന്ന ഒരാൾ ഒരു ലീഡറായിട്ട് മാറില്ല. നിർബന്ധം ഒരു ലീഡർക്ക് ഉണ്ടായിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റിയാണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ. എ ലീഡർ ഷുഡ് ബി ഏബിൾ ടു കമ്മ്യൂണിക്കേറ്റ് ഹിസ് ഐഡിയാസ് വിത്ത് ഹിസ് ഫോളോവേഴ്സ്. ഒരു ലീഡർ നിർബന്ധമായിട്ടും അദ്ദേഹത്തിൻ്റെ ഐഡിയാസ് ആ ഫോളോവേഴ്സുമായിട്ട് പറയാൻ വേണ്ടി, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ആളായിരിക്കണം. Goals and procedures of the organization should be communicated clearly and precisely. It is the duty of a leader to communicate the goals, policies, procedures, programs, etc. of a company with the subordinates effectively. ഒരു കമ്പനിയുടെ ലക്ഷ്യങ്ങൾ എന്താണ്, അവിടെയുള്ള പ്രൊസീജിയേഴ്സ് എന്താണ്, അവിടെയുള്ള റൂൾ എന്താണ്, ഇതൊക്കെ എന്ത് ചെയ്യണം, സബോർഡിനേറ്റ്സുമായിട്ട് ഇഫക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് ഒരു ലീഡറുടെ ഡ്യൂട്ടിയാണ്. അപ്പോൾ ആശയവിനിമയത്തിനുള്ള കഴിവുണ്ടായിരിക്കണം ഒരു ലീഡർക്ക്. നെക്സ്റ്റ് വൺ, മോട്ടിവേഷൻ സ്കിൽ. സബോർഡിനേറ്റ്സിനെ മോട്ടിവേറ്റ് ചെയ്യാനുള്ള സ്കിൽ ഉണ്ടായിരിക്കണം. മോട്ടിവേറ്റ് ചെയ്യാനുള്ള സ്കില്ല് കൂടെ ആർക്കുണ്ടായിരിക്കണം, ഒരു നല്ല ലീഡർക്ക് ഉണ്ടായിരിക്കണം. എ ലീഡർ ഷുഡ് ബി ആൻ ഇഫക്റ്റീവ് മോട്ടിവേറ്റർ. ഒരു ലീഡർ നിർബന്ധമായിട്ടും ഒരു ഇഫക്റ്റീവ് മോട്ടിവേറ്റർ ആയിരിക്കണം. ഹി ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദ നീഡ്സ് ഓഫ് ദ പീപ്പിൾ ആൻഡ് മോട്ടിവേറ്റ് ദം ത്രൂ സാറ്റിസ്ഫൈങ് ദർ നീഡ്സ്. അദ്ദേഹം നിർബന്ധമായിട്ടും എന്താണ്, ആ ആൾക്കാരുടെ, കമ്പനിയിലുള്ള ആൾക്കാരുടെ നീഡ്സ് മനസ്സിലാക്കുകയും അവരെ കൃത്യമായിട്ട് മോട്ടിവേറ്റ് ചെയ്യുകയും ചെയ്യണം. എങ്ങനെ? അവരുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റി കൊടുത്തുകൊണ്ട് എന്താണ് അവരുടെ ആവശ്യങ്ങളെന്ന് മനസ്സിലാക്കുക, അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുക. ഓട്ടോമാറ്റിക്കലി ജസ്റ്റ് ഇത്ര പഠിക്കുക, മോട്ടിവേഷൻ സ്കിൽ. എ ലീഡർ ഷുഡ് ബി ആൻ ഇഫക്റ്റീവ് മോട്ടിവേറ്റർ. എ ലീഡർ ഷുഡ് ട്രൈ ടു മോട്ടിവേറ്റ് ദ ഫോളോവേഴ്സ് ഓഫ് ദ സബോർഡിനേറ്റ്സ്. നെക്സ്റ്റ് വൺ,
സെൽഫ് കോൺഫിഡൻസ്, ആത്മവിശ്വാസം ഉണ്ടായിരിക്കണം. എ ലീഡർ ഷുഡ് ഹാവ് ഹൈ ലെവൽ ഓഫ് സെൽഫ് കോൺഫിഡൻസ്, സ്വന്തം വിശ്വാസം ഉണ്ടായിരിക്കണം. ഇതൊന്നും കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് വായിച്ചാൽ മനസ്സിലാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഹി ഷുഡ് നോട്ട് ലൂസ് ഹിസ് കോൺഫിഡൻസ് ഈവൺ ഇൻ മോസ്റ്റ് ഡിഫിക്കൽട്ട് ടൈംസ്. വളരെ ബുദ്ധിമുട്ടുള്ള സമയങ്ങളിലും ഒരിക്കലും ഒരു ലീഡർ അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസം കൈവെടിയാൻ പാടില്ല. നല്ല കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് വൺ, സോഷ്യൽ സ്കിൽ, സാമൂഹിക കഴിവുകൾ എന്ന് പറയുന്നു. ഒരു ഗ്രൂപ്പുമായിട്ട് ഇൻ്ററാക്ട് ചെയ്യാൻ വേണ്ടി പറ്റണം. ഹി ഷുഡ് അണ്ടർസ്റ്റാൻഡ് പീപ്പിൾ ആൻഡ് മെയിൻറ്റെയിൻ ഗുഡ് ഹ്യൂമൻ റിലേഷൻ വിത്ത് ദം. സോഷ്യൽ സ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരുമായിട്ട് ഇൻ്ററാക്ട് ചെയ്യാനുള്ള ഒരാളുടെ കഴിവിനെ വിളിക്കുന്ന പേരാണ് സോഷ്യൽ സ്കിൽ. സോഷ്യൽ സ്കിൽ റെഫേഴ്സ് ടു ദ സ്കിൽ ഓഫ് എ പേഴ്സൺ ടു ഇൻ്ററാക്ട് വിത്ത് അതേഴ്സ്. എ ലീഡർ ഷുഡ് അണ്ടർസ്റ്റാൻഡ് പീപ്പിൾ ആൻഡ് മെയിൻറ്റെയിൻ ഗുഡ് ഹ്യൂമൻ റിലേഷൻ വിത്ത് ദം. സോഷ്യൽ സ്കിൽ ഉണ്ടായിരിക്കണം ഒരു ലീഡർക്ക്. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് എംപതി. എംപതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ കാര്യങ്ങൾ അവരുടെ സ്ഥാനത്ത് നിന്ന് മനസ്സിലാക്കാനുള്ള കഴിവിനെ വിളിക്കുന്ന പേരാണ് എംപതി എന്ന്. അത് മറ്റുള്ള ഫോളോവേഴ്സിൻ്റെ കാര്യങ്ങൾ, ഇപ്പം ഞാനൊരു ലീഡറാണ്, എൻ്റെ അണ്ടറിൽ 50 ആൾക്കാരുണ്ട്. ഞാൻ ലീഡറാണ്, ഒരു കാര്യം അവരോട് പറയുന്നു, 2-3 ആൾക്കാർ അത് കംപ്ലീറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അവർക്കത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റാത്തത് വളരെ ഡിഫിക്കൽട്ട് ടാസ്ക് ആയതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ അവരെ ഓൺ ദ സ്പോട്ട് ചീത്ത പറയാതെ അല്ലെങ്കിൽ വഴക്കിടാതെ എന്ത് ചെയ്യണം, ഇപ്പം ഞാനായിരുന്നെങ്കിൽ ആ സ്ഥാനത്തെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ആലോചിച്ച് മനസ്സിലാക്കണം. അപ്പോൾ അങ്ങനെ ഫോളോവേഴ്സിൻ്റെ പ്രശ്നങ്ങളിൽ അവരുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് മനസ്സിലാക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് എംപതി എന്ന്. ഇറ്റ് ഈസ് സംതിങ് മോർ ദാൻ സിമ്പതി. സിമ്പതി അല്ല എംപതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എംപതി വിൽ ഹെൽപ്പ് ദ ലീഡർ ടു അണ്ടർസ്റ്റാൻഡ് ദ പ്രിഫറൻസ് ആൻഡ് ഫീലിംഗ്സ് ഓഫ് സബോർഡിനേറ്റ്സ്. സബോർഡിനേറ്റ്സിൻ്റെ ഫീലിംഗ്സും സബോർഡിനേറ്റ്സിൻ്റെ പ്രിഫറൻസും അവരുടെ ഇമോഷൻസൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന ഒരു കാര്യമാണ് എംപതി എന്ന് പറയുന്നത്. അപ്പോൾ 8 പോയിന്റ് നിർബന്ധമായിട്ട് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യുക. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ലീഡർ എന്ന ടോപ്പിക് അവസാനിപ്പിക്കുകയാണ്. 9 ക്വാളിറ്റീസ് ആവശ്യമാണ്. ഏതൊക്കെയാണ്? ഫിസിക്കൽ ഫീച്ചേഴ്സ്, നോളജ്, ഇൻറ്റഗ്രിറ്റി, ഇനീഷ്യേറ്റീവ്, കമ്മ്യൂണിക്കേഷൻ സ്കിൽ, മോട്ടിവേഷൻ സ്കിൽ, സെൽഫ് കോൺഫിഡൻസ്, സോഷ്യൽ സ്കിൽ ആൻഡ് എംപതി. അപ്പോൾ ലീഡർഷിപ്പ് എന്ന ടോപ്പിക് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് കമ്മ്യൂണിക്കേഷൻ ഡിസ്കസ് ചെയ്യാം. ഡയറക്റ്റിങ്ങിൻ്റെ 3ാമത്തെ എലമെൻറ്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഏതാണ്? ലീഡർഷിപ്പ്. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.